Hi all, welcome back to my channel. So നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് DCS Module 1 ടോപ്പിക്കാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് നോക്കി. അപ്പോൾ ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീലിൽ വരുന്നത് ഹാർഡ്നെസ്, ടഫ്നെസ്, ഈൽഡ് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി, ഡ്യൂറബിലിറ്റി, മാലിയബിലിറ്റി, മാഗ്നറ്റിക്, അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഹാർഡ്നെസ് ആണ്. ഹാർഡ്നെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഫ്രിക്ഷൻ ആൻഡ് അബ്രേഷൻ ഓഫ് ദ മെറ്റീരിയൽ and is a measure of how durable it is. It is the most poorly defined material property because it can indicate resistance to scratching, resistance to abrasion, resistance to indentation or shaping, or resistance to localized plastic deformation. ഒന്നുമില്ല, റെസിസ്റ്റൻസ് ടു അബ്രേഷൻ അങ്ങനെയുള്ളതാണ് നമ്മൾ എന്തെന്ന് പറയുക ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം സ്റ്റീല് റെസിസ്റ്റൻസ് ടു അബ്രേഷൻ കൂടുതലാണ്, അതുപോലെ തന്നെ നമുക്കത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു ഇത് വന്നാലും ഒരു ബ്രേക്ക് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഇത് വരാത്ത രീതിയിൽ അത് നിന്ന് പോകാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്റ്റീലിനുണ്ട്. സെക്കൻഡ് വൺ ടഫ്നെസ് ആണ്. ടഫ്നെസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സ്റ്റീൽ വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് എബിലിറ്റി ടു അബ്സോർബ് എനർജി വിത്തൗട്ട് ഫ്രാക്ചറിങ് ഓർ ബ്രേക്കിംഗ്. Simply put, it is the resistance of a material to fracture when stressed. It depends heavily on strength as well as flexibility. അതായത് നമ്മൾക്ക് ബ്രേക്ക് ചെയ്യാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി, എന്നിട്ട് എങ്ങനെ എനർജി അബ്സോർബ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ദ ടഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ ഫുട്ട് IBS per square in or joules per square centimeter. Steel may have satisfactory toughness under static load but fail under dynamic load or impact. It is indicated by hardness as the material that deforms severely without breaking, and it can be considered extremely tough but not hard. അതായത് സ്റ്റീല് അത്യാവശ്യം എന്താണ് ടഫ്നെസ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് സ്റ്റീലിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്താ സ്റ്റാറ്റിക് ലോഡിൻ്റെ കേസും പറയുന്നുണ്ട്, ഡൈനാമിക് ലോഡിൻ്റെ കേസും പറയുന്നുണ്ട്. സാറ്റിസ്ഫാക്ടറി ടഫ്നെസ് ആണ് സ്റ്റാറ്റിക് ലോഡിൻ്റെ കേസിൽ വരുന്നത്, പക്ഷേ ഡൈനാമിക് ലോഡിൻ്റെ കേസിൽ എന്താ ഫെയിലിയർ സംഭവിക്കാം. അടുത്തത് ഈൽഡ് സ്ട്രെങ്ത് ആണ്. എന്താണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സിൻ്റെ മെഷർമെൻ്റ് ആണ്. അതായത് ഡിഫോർമേഷൻ, അപ്പോൾ ബെൻഡിങ് കാര്യങ്ങൾ, അതുപോലെ വാർപ്പിംഗ് ഓഫ് എ മെറ്റീരിയൽ, ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബ്രേക്ക് ചെയ്യാതെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയില്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് തന്നെ നമ്മളതിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. എന്താ ഷേപ്പോ സ്ട്രക്ചറോ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സിന് പറയും. ദ ഈൽഡ് സ്ട്രെങ്ത് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് വൺ ദാറ്റ് ഹെൽപ്പ് ഇൻ ചൂസിങ് ദ സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ ദി റിക്വയർമെൻറ്റ്. ഫോർത്ത് വൺ വന്നിട്ട് പറയുന്നത് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. നമുക്കറിയാം വലിച്ച് നീട്ടുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റീനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ മെഷർമെൻറ്റ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദ മെഷർ ഓഫ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ബ്രേക്ക് എ മെറ്റീരിയൽ. അതായത് പിന്നെ ദ ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എപ്പോഴും വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റണം അല്ലേ. അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റീൽ ഈസ് ഓൾമോസ്റ്റ് ഹൈ വിച്ച് മേക്ക് ഇറ്റ്സ് റിലേറ്റീവ് ഇംപർവിയസ് ടു ക്രാക്ക് ഓർ ബ്രേക്ക് വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇറ്റ്സ് യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്. എ ടിപ്പിക്കൽ ടെൻസൈൽ സ്ട്രെങ്ത് ഫോർ സ്ട്രക്ചറൽ സ്റ്റീൽ ഈസ് 400 MPa while a typical tensile strength of carbon steel എന്ന് പറയുന്നത് എത്രയാണ്, 841 MPa ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ അത് ഏതിൻ്റെ കേസിലാണ് പറയണത്, കാർബൺ സ്റ്റീലിൻ്റെ കേസിലാണ്. സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് 400 MPa ആയിട്ടാണ് വരുന്നത്. അടുത്തത് ഡക്റ്റിലിറ്റി ആണ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പോ സ്ട്രക്ചറോ ചേഞ്ച് ചെയ്യുന്ന ഒരു കപ്പാസിറ്റീനെയാണ് നമ്മൾ എന്ന് പറയുക ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. സ്റ്റീൽ നമുക്കറിയാം പല ഷേപ്പിൽ അവൈലബിൾ ആണ്. സോ അതെന്താണ്, ഹൈലി ഡക്റ്റൈൽ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. വൺ ഓഫ് ദ വാല്യുവബിൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് സ്റ്റീൽ ഈസ് ഇറ്റ്സ് ഡക്റ്റിലിറ്റി വിച്ച് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു ചേഞ്ച് ഷേപ്പ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി ഫോഴ്സ് അപ്ലൈഡ് ടു ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ക്രാക്ക്. ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് mechanical property of steel. The property that make it possible for it
to be shaped into various shape and structure is known as ductility. This allows it to be utilized as thin wires or as large automatic. നമുക്കറിയാം സ്റ്റീൽ പല രീതിയിൽ അവൈലബിൾ ആണ്, പല വർക്കിനും പല രീതിയിൽ. ഇപ്പോൾ തിൻ ഷീറ്റായിട്ടും ടെക് ഷീറ്റായിട്ടും ഒക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡക്റ്റൈൽ പ്രോപ്പർട്ടി കൊണ്ടാണ് നമുക്കങ്ങനെ ഷേപ്പിൽ ചേഞ്ച് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ അങ്ങനെ നമ്മളൊരു ഷേപ്പിൽ ചേഞ്ച് ചെയ്യുമ്പോഴും അതെന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാക്ക് ചെയ്യാൻ പാടില്ല. ആ ഒരു കപ്പാസിറ്റി സ്റ്റീലിന് കൂടുതലാണ്. 6th വൺ എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി തന്നെയാണ്. നമുക്കറിയാം സ്റ്റീൽ എന്ന് പറയുന്നത് നല്ല സ്ട്രെങ്ത്തുള്ള ഒരു മെറ്റീരിയലാണ്, അത്യാവശ്യം ഡ്യൂറബിളുമാണ്. കൺസ്ട്രക്ഷൻ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെന്താ, നമുക്ക് ഏതെങ്കിലും കെമിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ അബ്രേഷനോ പ്രഷറോ ഏതെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിലും ഡാമേജ് ആവാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്തെന്ന് പറയുന്നത്, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെയാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. സ്റ്റീൽ അത്യാവശ്യം സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ ഡക്റ്റൈൽ ആണെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം സ്റ്റീൽ എന്തുകൊണ്ടൊക്കെയാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്, അയേൺ കാർബൺ കോമ്പിനേഷൻ, ഇതുകൊണ്ടൊക്കെയാണ് സ്റ്റീൽ മെയ്ഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മേക്കിംഗ് ഇറ്റ് പെർഫെക്റ്റ് ഫോർ ഏരിയാസ് സച്ച് ആസ് കോസ്റ്റൽ ഏരിയാസ് ആൻഡ് സിറ്റീസ് ദാറ്റ് എക്സ്പീരിയൻസ് ഹൈ വിൻഡ്, ഫ്രീക്വൻറ്റ് സ്റ്റോംസ് ആൻഡ് ചലഞ്ചിങ് കണ്ടീഷൻ. 7th വൺ വന്നിട്ട് പ്രോപ്പർട്ടി പറയുന്നത് മാലിയബിലിറ്റി ആണ്. വെൻ മെറ്റൽസ് ആർ മാലിയബിൾ ഇറ്റ് മീൻസ് ദാറ്റ് they can be beaten, squeezed or bent into thin or thick sheets without breaking, thereby indicate they have a physical property of malleability. അതായത് നമുക്കറിയാം നമുക്ക് അനാവശ്യം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാണ്ട് അല്ലെങ്കിൽ ക്രാക്ക് വരാതെ നമുക്ക് തിൻ ഷീറ്റായിട്ടും തിക്ക് ഷീറ്റായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോഴും അതിനെന്ത് സംഭവിക്കുന്നില്ല, ബ്രേക്ക് സംഭവിക്കുന്നില്ല. ആ ഒരു കപ്പാസിറ്റി എന്തിനുണ്ട്, സ്റ്റീലിനുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫോം ചെയ്യാം, പല പല ഷേപ്പിലേക്ക് ആക്കാം. പക്ഷേ ഈ ഷേപ്പിലേക്കൊക്കെ ആക്കണതിനനുസരിച്ചിട്ട് എന്ത് വരുന്നില്ല, ക്രാക്ക് വരുന്നില്ല. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് മാഗ്നറ്റിക് ആണ്. എന്താണ് മാഗ്നറ്റിക് എന്ന് പറയുന്നത്, സ്റ്റീൽ ഈസ് ആൾസോ എ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഈസ്. അത് നമ്മൾ മാഗ്നറ്റിക് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഏത് ടൈപ്പ് ഓഫ് സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇൻ കേസ് ഓഫ് സ്റ്റീൽ ജാർസ് ഫോർ ഇൻസ്റ്റൻസ് ദ കമ്പോണൻസ് ദാറ്റ് മേക്കപ്പ് ദ ജാർ ആർ ഫെറോ മാഗ്നറ്റിക് സച്ച് ആസ് അയൺ വിച്ച് ഈസ് വെൽ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. ഇപ്പോൾ നമ്മളൊരു സ്റ്റീൽ ജാറിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ജാർ മേക്ക് ചെയ്തിട്ടുള്ള കമ്പോണൻറ്റ് ഏതാണെന്നാണ് പറയുന്നത്, ഫെറോ മാഗ്നറ്റിക്. അതിൽ അയൺ ആണ്. നമുക്കറിയാം അയൺ എന്തിനെ അട്രാക്റ്റ് ചെയ്യും, മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യും. ഓസ്തറ്റിക് സ്റ്റീൽസ് ഡസ് നോട്ട് ആക്ട് മാഗ്നറ്റിക്കലി ഡ്യൂ ടു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ക്രോമിയം ആൻഡ് നിക്കൽ. ഇനിയിപ്പോൾ ആസ്തറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അതത്ര അട്രാക്റ്റ് ചെയ്യില്ല, കാരണം അതിൽ ക്രോമിയം നിക്കലിൻ്റെയും പ്രസൻറ്റേഷനാണ് കൂടുതൽ ആയിട്ട് വരുന്നത്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് തെർമൽ എനർജി ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ എ മെറ്റീരിയൽ. ഇറ്റ് ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ വാട്ട്സ് പെർ മീറ്റർ പെർ ഡിഗ്രി കെൽവിൻ. A high thermal conductivity material can transport heat fast and more efficient than a low thermal conductivity. നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിനെയാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇത് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നാണ് പറയുന്നത് സ്റ്റീലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ. സോ ഇത്രയൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീലിൽ വരുന്നത്. താങ്ക് യു.